സൂചിപ്പിക്കട്ടെ. പിന്നെ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞു പോയ സിമിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തിൽ പറഞ്ഞ വസ്തുതാവിധമാണ്. 1977 ഏപ്രിൽ മാസം 24-25 തീയതികളിലാണ് അലീഗറിൽ വെച്ച് സിമി രൂപീകരിച്ച് ജമാഅത്ത് ഇസ്ലാമി അല്ല. കാരണം ഞാനും ബഹുമാന്യനായ ഉസ്മാൻ തറവായിയാണ് സിമിയുടെ രൂപീകരണത്തിന് കേരളത്തിൽ പോയത്. ഞങ്ങളെ രണ്ടാളെയും പറഞ്ഞയച്ച് ജമാഅത്ത് ഇസ്ലാമി അല്ല. ഞങ്ങൾ ഇവിടെ നേരത്തെ ISL പിരിച്ചിട്ട് ശേഷം ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി യുവജന സംഘടന പ്രവർത്തകരായി. അവരാണ് ഞങ്ങളോട് അലീഗർ പോകാൻ. അലീഗറിൽ വെച്ച് 1977 ഏപ്രിൽ 24-25 തീയതിയിൽ സിമി രൂപീകരിച്ച ശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരൊറ്റ ജമാഅത്ത് നേതാവില്ല, അവരുടെ നിർദ്ദേശവുമില്ല. രൂപീകരിച്ച ശേഷം തീരുമാനിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ സഹകരണം തേടുക എന്ന്. അതിന് രണ്ടാളെ ചുമതലപ്പെടുത്തി. ഒന്ന് അഹമ്മദുല്ലാ സിദ്ദീഖി, മറ്റൊന്ന് അമാനുല്ലാ ഖാൻ. ആ രണ്ടുപേരെ ചുമതലപ്പെടുത്തി. അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹകരണം തേടുന്നു വെച്ചു. ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വന്തമായി വിദ്യാർത്ഥി സംഘടന ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെല്ലാം സഹകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സിമിയോട് ജമാഅത്ത് ഇസ്ലാമി സഹകരിച്ചുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഫലസ്തീൻ്റെ ഒരു പ്രശ്നമുണ്ടായത്. PLOയുടെ നേതാവായ യാസിർ അറഫാത്ത് അന്ന് ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തണമെന്ന് സിമി തീരുമാനിച്ചു. ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം പറഞ്ഞു, ഒരു ബദൽ സംവിധാനം ഫലസ്തീനിലില്ല. ഒരു ബദൽ സംവിധാനം ഫലസ്തീനിൽ ഇല്ലാത്തടത്തോളം കാലം ഫലസ്തീൻ്റെ ഏക വിമോചന പോരാളികളുടെ നേതാവായ യാസിർ അറഫാത്തിന് ക്ഷീണമുണ്ടാക്കുന്നൊന്ന് ചെയ്യലല്ല ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ആ രാജ്യത്തിൻ്റെയും ഇന്ത്യയുടെയും താല്പര്യത്തിന് നല്ലത്. അതുകൊണ്ട് അവർക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്തരുതെന്ന് പറഞ്ഞു. പക്ഷെ സിമി നടത്തി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു തീരുമാനമെടുത്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന, അതിൻ്റെ രക്ഷാകർതൃത്വം, അതിൻ്റെ പാർട്ട്ണർഷിപ്പ് അംഗീകരിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി മറ്റ് പല വിദ്യാർത്ഥി സംഘടനകൾ 6-7 വിദ്യാർത്ഥി സംഘടനകളെ പോലെ സിമിയുമായി സംസാരിച്ചു. മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് 3 പ്രതിനിധികളും, സിമി എന്നത് കുറച്ചുകൂടി വലിയ സംഘടന ആയതുകൊണ്ട് സിമിയിൽ നിന്ന് 5 പ്രതിനിധികളുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 5 പ്രതിനിധികളുള്ള സിമിയും ബാക്കി സംഘടനകൾ 3 ഉൾപ്പെടെ ഒരു 10-20ഓളം പ്രതിനിധികൾ പല തവണ യോഗം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ രക്ഷാകർതൃത്വം അംഗീകരിക്കാൻ സിമി ഒഴിച്ചുള്ള സംഘടനകളെല്ലാം തീരുമാനിച്ചു. സിമി പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ച് പറയാമെന്ന്. നാഗപ്പൂരിൽ സിമി അതിൻ്റെ അംഗങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തു. അവരിൽ ഭൂരിപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ രക്ഷാകർതൃത്വം അംഗീകരിക്കേണ്ടില്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു, എങ്കിൽ സിമി അതിൻ്റെ വഴിക്ക് പോകട്ടെ. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കി. അതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന SIO എന്ന സംഘടന. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പിരിഞ്ഞുപോയി എന്നതല്ല ശരി. ജമാഅത്തെ ഇസ്ലാമി സഹായിച്ചുകൊണ്ടിരുന്ന സംഘടനയ്ക്ക് ആ സഹായ സഹകരണങ്ങൾ നിർത്തി എന്നതാണ് ശരി. അത് നിർത്തിയ പശ്ചാത്തലം ഇതാണ് എന്നർത്ഥം. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി സിമിയുമായുള്ള ഒരു ബന്ധവും ഇല്ലെന്ന് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. അതാരും നിഷേധിക്കുവാനും സാധ്യമല്ല.